കണ്ണൂർ സ്വദേശിയായ അനഖ് ദുബായിൽ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വൈബെക്സ് ഇന്റർനാഷണൽ കാർഗോ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന യുവാവിനെയാണ് ഫെബ്രുവരി 11 ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൽ അനഖ് ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചത്. അതേസമയം മകനെ കേസിൽ കുടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പിന്നെ ഒരു നിവൃത്തിയോനില്ല. ഓൻ ചെയ്തതോ എന്താണെന്നൊന്നും അറിയില്ല. ഇവരവരും ആദ്യം തന്നെ കണ്ടത്. ഓൻ പേടിച്ചിട്ട് മരിച്ച പിറ്റേ ദിവസം ഇവനെ അടിച്ചിനാണ്. എപ്പോന്ന് വെച്ചാൽ 12-ാം തീയതി 12-ാം തീയതിയാണ്, അല്ല 11-ാം തീയതിയാണ് ഇവൻ മരിക്കുന്നത്. പക്ഷെ ഈ സൈനിൽ ഇവൻ മെസ്സേജ് അയച്ചിന്, ഞാൻ എൻ്റെ അമ്മേനെ ഇതുവരെ ബോട്ടിമിൽ വിളിക്കാണ്ട് നിന്നിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മ ഓനെന്നെ ഇന്ന് മൂക്കിനടിച്ച് ഈ സൈനിനോട് ഇവൻ പറഞ്ഞ നിഷാദ് മൂക്കിന് കൊത്തിന്. അത് അമ്മ കാട്ടാൽ ശരിക്കും മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ബോട്ടിമിളമ്മനെ വിളിച്ചിട്ടില്ല. നിഖിലുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. നമുക്കിപ്പം നിഖിൽ, ഇതിപ്പം കുടുംബം പറയുന്നത് എന്താണ്? ഈ അനക്ക് മർദ്ദനം നേരിട്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണോ? 2025 ഫെബ്രുവരി 11 മൊകേരി വള്ളിയായിലെ വാസുവിന്റെയും വത്സലയുടെയും മകനായ അനഖിനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വൈബെക്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കാർഗോ കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു അനഖ്. ഈ കമ്പനിയിൽ വന്ന ഒരു കാർഗോ ഷിപ്പിംഗുമായി ബന്ധപ്പെട്ട അവിടെ ഒരു കേസ് ഉണ്ടാകുന്നു. ആ കേസിൽ ആ കാർഗോ ഷിപ്പിംഗ് ക്ലിയർ ചെയ്യാൻ പോയ ജീവനക്കാരനായ അനഖും പ്രതിയാകുന്നു. പക്ഷേ പിന്നീട് ഈ കേസിൽ നിന്ന് കമ്പനിയുടെ MD-യും മാനേജറും ഉൾപ്പെടെയുള്ള ആളുകൾ ഒഴിവാക്കപ്പെടുകയും അനഖ് പ്രതിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. 3 മാസത്തിലേറെ അനഖ് അവിടെ ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തു. ഇതിന് പിന്നാലെ ഈ കമ്പനി ഉടമ ഒരു തരത്തിലും സഹായിച്ചില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഒരു ആരോപണം. മറ്റൊന്ന്, ഈ ഉടമയുടെ ഭാഗത്തു നിന്ന് നിരന്തരം മാനസികവും ശാരീരികവുമായ പീഡനം ഏൽക്കേണ്ടി വന്നു എന്നൊരു പരാതി കുടുംബം പറയുന്നുണ്ട്. പിന്നീട് ഈ കുടുംബം സ്വന്തം നിലയ്ക്കാണ് ലക്ഷങ്ങൾ മുടക്കി ഈ കേസ് നടത്തുന്നത്. ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുന്ന തൊട്ട് തലേ ദിവസമാണ് അനഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഒപ്പം തന്നെ അനഖിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന കാര്യങ്ങൾക്ക് പണം ആവശ്യപ്പെടുന്നു. കണ്ണൂർ സ്വദേശിയായ അനഖ് ദുബായിൽ മരിച്ച സംഭവത്തിലാണ് കുടുംബം ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ അളവൂർ.